സങ്കടം തോന്നിയിട്ടുള്ളത് ഒരു പക്ഷെ അത്രയും വലിയൊരു പ്രോജക്റ്റിന്റെ ഒരു ഭാഗമാകാൻ വന്നിട്ട് പറ്റിയില്ലല്ലോ എന്നുള്ളൊരു സാധനം. അതിങ്ങനെ എപ്പോഴും എവിടെയെങ്കിലും ഇങ്ങനെ കിടക്കും. എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു പടം വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞിട്ട് പിന്നീട് റിഗ്രറ്റ് ചെയ്തിട്ടുണ്ടോ? പുലിമുരുകൻ ആണല്ലേ? വേറൊന്നുമില്ല, അത്രയും വലിയൊരു മൂവിയുടെ ഭാഗമാകാൻ വന്നിട്ട് ഞാൻ മനഃപൂർവ്വം വേണ്ടെന്ന് വെച്ചൊന്നുമല്ല, സുഖമില്ലാഞ്ഞത് കൊണ്ട് അല്ല, അന്നേരം വയ്യാണ്ടിരിക്കുമായിരുന്നു. എന്തുപറ്റി? ആ സമയത്ത് ഒരു സർജറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയം അതിനകത്ത് ആ വെള്ളച്ചാട്ടത്തിന്റെ മുകളിൽ നിന്ന് ചാടുന്നതും റോപ്പൊക്കെ ഇടേണ്ട കുറച്ച് സിറ്റുവേഷൻ ഉണ്ട്. പക്ഷെ ശരിക്കും എന്റെ അടുത്ത് സംസാരിച്ചിട്ട് 2 വർഷമായി ആ സിനിമ കംപ്ലീറ്റ് ആവാൻ. അപ്പൊ ഞാൻ വൈശാഖേട്ടനോട് ചോദിച്ചിരുന്നു, ഇത് പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ ആ വെള്ളച്ചാട്ടം നിങ്ങൾ 2 വർഷം കഴിഞ്ഞ് ഷൂട്ട് ചെയ്താൽ മതിയായിരുന്നല്ലോ. എനിക്ക് എന്നോട് ചോദിക്കുന്ന സമയത്ത് എനിക്കൊരു 9 months ഒക്കെ റെസ്റ്റ് ഉള്ള ടൈമാണ്. അപ്പം സർജറി കഴിഞ്ഞ 1.5 മാസം ആയപ്പോഴേ ഇവരുടെ എൻക്വയറി വരുന്നത്. അപ്പൊ ഒരിക്കലും ചെയ്യാൻ പറ്റില്ലായിരുന്നു. പക്ഷെ ഈ 2 വർഷം കഴിഞ്ഞിട്ട് ഈ ചാടിയാൽ മതിയായിരുന്നു ഞാൻ. അത് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അങ്ങനെ മധുരരാജയ്ക്ക് വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്നെ ചതിച്ചു എന്ന് പറഞ്ഞിട്ട്. മധുരരാജ തന്നല്ലോ. തന്നു. എന്നാലും പറയണല്ലോ. അല്ല, സങ്കടം തോന്നിയിട്ടുള്ളത് ഒരു പക്ഷെ അത്രയും വലിയൊരു പ്രോജക്റ്റിന്റെ ഒരു ഭാഗമാകാൻ വന്നിട്ട് പറ്റിയില്ലല്ലോ എന്നുള്ളൊരു സാധനം. അതിങ്ങനെ എപ്പോഴും എവിടെയെങ്കിലും ഇങ്ങനെ കിടക്കും. ആ ദിവസം തന്നെ കാണാൻ പോയി ഞാൻ. ഫസ്റ്റ് ഷോ കാണണം എനിക്കെന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് ഞാൻ എല്ലാരോടും അറിയിച്ചില്ലേ ഇതെനിക്ക് വന്ന ഓഫറായിരുന്നു, എനിക്ക് പരമാവധി അറിയാവോ എല്ലാവരും അറിയിച്ചില്ലേ? ഇല്ല, അവരുടെ സൈഡിൽ നിന്നും അവരത് പറഞ്ഞിട്ടുണ്ട്. ആദ്യം കാസ്റ്റ് ചെയ്തതൊക്കെ എന്നെയായിരുന്നു, പിന്നീടാണ് കമാലിനി മുഖർജീനെ. ലാലേട്ടൻ കുറേ വർഷം പിന്നെ കാണും. എന്തായിരിക്കും അല്ലേ അങ്ങനെ ഭയങ്കര സെക്സി ആയിട്ടുള്ള അനുശ്രീനെയൊക്കെ നമുക്ക് കാണാൻ പറ്റിയല്ലേ? അല്ലേ? കുറച്ച് വണ്ണമൊക്കെ വെക്കണായിരുന്നു അതിന് വേണ്ടിട്ട്. അതൊന്നും പക്ഷെ എന്നോട് പറഞ്ഞിട്ടോ ഒന്നുമില്ല. അതിലൊരു എല്ലാത്തിലും ഇങ്ങനെ തർക്കുത്തരം പോലെ പറയുന്ന ഒരു സാധനമാണല്ലോ തത്ത എന്ന് പറഞ്ഞ ക്യാരക്ടറൊക്കെ ചെയ്തിരിക്കുന്നത്. മേ ബി ഇനി അതുകൊണ്ടാണോ എന്നറിയില്ല. എനിക്കൊന്നും അത് കഴിഞ്ഞിട്ട് കുറേ നാള് ലാലേട്ടൻ കാണുമ്പോഴൊക്കെ പറയായിരുന്നു, പത്തനംതിട്ടക്കാരിയൊന്നും നമ്മുടെ കൂടെ അഭിനയിക്കില്ലല്ലോ എന്ന് പറയുന്നത്. ഞാൻ പറയായിരുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറെ നാൾ അതായിരുന്നു പറയാ. അല്ല, അപ്പൊ ആലോചിച്ചിട്ടുണ്ടോ ആ സമയത്ത് സിനിമാടി അല്ലായിരുന്നു ഞാൻ എന്തായെന്ന്? അയ്യോ, ഇപ്പൊ കല്യാണം ഒക്കെ കഴിഞ്ഞിട്ട് 2 കൊച്ചുങ്ങളൊക്കെ ആയിട്ട് മറ്റേ രാവിലെ 8:30 സ്കൂൾ ബസ്സിൽ കയറ്റി വിട്ടിട്ട് ഞാൻ അവിടെ ഇരുന്നേ. ഒരു സംശയവും വേണ്ട. എന്താല്ലേ അവിടെ ലൈഫ്. ഞാൻ ചിലപ്പോ ഇപ്പോഴും വീട്ടിലിരുന്ന് പറയണ്ട, എന്റെ നാത്തൂൻ ആദീനെ നോക്കുന്ന കണ്ടിട്ട് ഞാൻ പറയും, ഇത്രയൊക്കെ ക്ഷമ വേണമല്ലേ കുട്ടികളെ നോക്കാൻ. നമ്മൾ വല്ലപ്പോഴും ചെന്ന് എടുക്കുന്നുണ്ട്. ചില സമയത്ത് ഇങ്ങനെ ആക്കുമ്പോ ഞാൻ പറയും എടുത്തോ എന്നിങ്ങനെ പറഞ്ഞു. രുക്കു നിന്നെ സമ്മതിച്ച് എന്നെ, അവൾക്ക് 25 ഉള്ളൂ വയസ്സ്. അപ്പൊ ഞാനിങ്ങനെ പറയും. എന്നിട്ട് സ്കൂൾ ബസ് ഒക്കെ ഇങ്ങനെ 8:30 പോകുമ്പോ ഇങ്ങനെ ഞാൻ പറയും, എന്റെ ദൈവമേ ഞാൻ സിനിമയിലെങ്ങാനും വന്നിട്ടുണ്ടായിരുന്നില്ലെങ്കിലും ഇപ്പം അടുക്കളയിലെ മൽപ്പിടുത്തം, 8:30 സ്കൂൾ ബസ്, ഗുസ്തി, ഉച്ചക്ക് പിള്ളേർക്ക് ലഞ്ച്. എന്റെ അമ്മ ഇപ്പൊ കേട്ടിട്ട് വീഴും. ഇവക്ക് കിട്ടാതെ ഒരു പ്ലാൻ ഇല്ലയാവോ എന്നൊക്കെ അമ്മ ഇങ്ങനെ. അല്ല, ഒരു പക്ഷെ ആ ഒരു ടൈം അങ്ങനെ പോയിരുന്നായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ പോയേനെ. അതെ, അത് എൻജോയ് ചെയ്തേനെ.